ഇവിടെ ഭാസ്കര, ഇന്നത്തെ കേസിലെ കക്ഷിയെ രാജപ്പൻ എത്തിയില്ലേ ഇതുവരെ? എടോ, താനിതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നു? സാറേ, വരുന്ന വഴിക്കാൻ ബാർബർ ഷോപ്പ് വരുന്നു പോയി. മുടി വെട്ടിക്കാൻ തിരക്കൊണ്ട് പറ്റിയില്ല. എടോ, തന്റെ കേസാ ഇന്ന് 498 കേസ്, സ്ത്രീധന പീഡനം. ശിക്ഷിച്ചാൽ താൻ 2-3 വർഷം അകത്തിയല്ലും. സാറേ, ആരെ പീഡിപ്പിച്ചെന്നാ സാറേ? എടോ, താൻ തന്റെ ഭാര്യയെ പീഡിപ്പിച്ച കേസല്ലേ? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം സാർ. ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കുഴപ്പക്കാരാ സാറേ. സാറേ സാറേ സാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സാറ് കല്യാണം കഴിച്ചു തന്നു? അല്ലല്ലല്ല, അതാണ് സാറേ. മാനം മര്യാദയ്ക്കൊരു പെണ്ണിനെ ഒരു വീട്ടിൽ കല്യാണത്തിന് മുമ്പ് വളർത്തുന്ന ആരൊക്കെ കൂടെ? അച്ഛൻ, അമ്മ, അമ്മാവന്മാർ, ആങ്ങളമാർ, ഇത്രയും പേരുടെ ഡ്യൂട്ടി ഒരുത്തൻ്റെ തലയിലോട്ട് വരുമല്ലയോ സാറേ? ആരായാലും 5-6 ഇടിയൊക്കെ കൊടുത്തു പോകും സാറേ. എടോ, എന്നും പറ താൻ തന്റെ ഭാര്യയുടെ മുതുകത്തിട്ടാണോ ഇടിക്കുന്നേ? ദൈവദോഷം പറയരുത് സാറേ. മുതുകത്തെളിച്ചെന്നു ഞാൻ അവളെ കുനിച്ചു നിർത്തി കുമ്പിനൊരടി കൊടുത്തിട്ടുണ്ട്. എടോ, കൂടാതെ താൻ തന്റെ ഭാര്യയെ കഴുതേന്ന് വിളിച്ചു എന്ന് അവരാരോപിക്കുന്നു കേസിൽ. അതുള്ളതാട്ടോ. കഴുതെന്നല്ല എന്തോ സാറേ വിളിക്കുന്നത്? എടോ, താൻ മര്യാദയ്ക്ക് മൊഴി പഠിക്കാൻ നോക്ക്. തന്റെ തമാശയൊന്നും കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എടോ, തന്റെ പേരെന്താ? എൻ്റെ പേര് സാറേ, 5-6 മാസം ഞാൻ ഇവിടെ കയറി ഇറങ്ങി. സാറിന് ഫീസും തന്നു. ഇപ്പൊ എന്നോട് ചോദിക്കുന്നതിന്റെ പേര് കൊള്ളാം, നല്ലത്, എനിക്ക് തൃപ്തിയായി സാറേ. എടോ, ഇത് കോടതി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. തന്റെ പേരെന്താണാ ചോദിച്ചത്? എൻ്റെ പേര് രായപ്പൻ. എടോ, രായപ്പൻ എന്നല്ല, രാജപ്പൻ എന്ന് പറയണം. രാജപ്പൻ അല്ലാതെ രാജപ്പൻ എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോടതി ശിക്ഷിക്കും. അതാണ് 19 വർഷമായിട്ട് ഈ നാട്ടുകാരും ഈ എൻ്റെ പെറ്റതള്ളയും ഈ എൻ്റെ അച്ഛനും ആ ഷാപ്പിലെ വാസുമൊക്കെ വിളിക്കുന്ന പേര് സാറങ്ങ് മാറ്റി. ഇപ്പൊ രായപ്പൻ രാജപ്പനായി. രാജപ്പൻ. എടോ, കോടതി ചെല്ലുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. തന്റെ പേര് ചോദിക്കും. താൻ ഭാര്യയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്ത്രീധനം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതിനൊക്കെ മറുപടി പറയണം. നിഷേധിച്ചേക്കണം, സത്യം പറയരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താനങ്ങ് അകത്ത് പോകും. കേട്ടല്ലോ? എടോ, മൊഴിയൊക്കെ പഠിച്ചോ? പിന്നെ പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കാം. ഇതെന്താടോ സാറേ? ഒരു ബീഡി കഷ്ണമായിരുന്നു. എടോ, മുറിബീഡിയും വെച്ചോണ്ടാണോ താൻ കോടതി കയറാൻ വരുന്നത്? സാറേ, ഞാൻ ഇപ്പൊ ഡീസൻ്റ് ആണ് സാറേ. ഇപ്പൊ തന്നെ ഡീസൻ്റ് ആണ്. എടോ, ബട്ടൺസ് ഒക്കെ ഇട്ടെ. ബട്ടൺസ് ഇട്ടു. ബട്ടൺസ് ഇട്ട് സാറേ. മുണ്ടഴിച്ചിടോ? അഴിക്കണോ സാറേ? തേടല്ലയോ സാർ? എടോ, മുണ്ടഴിച്ച് കളയാനല്ലേ പറഞ്ഞത്? എടോ, തന്നെ കോടതി കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നേരം ശിക്ഷിക്കും. തന്നെ തൂക്കിക്കൊല്ലാൻ വരെ കോടതി വിധിക്കും. എടോ, ഡീസന്റ് ആയിട്ട് കോടതി കയറാവൂ. ആ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു മൊരടനാ, മഹാമൊരടൻ. തന്നെ പോലുള്ള കക്ഷികളെ കണ്ടു കഴിഞ്ഞാലേ അയാൾ അകത്താക്കും. 11 മണിയായി. താൻ കോടതിയിലോട്ട് വയ്ക്കോ. ദൈവമേ, ഈ കേസ് എങ്ങനെ ജയിക്കണേ? ആകെ കിട്ടിയൊരു കേസാന്നേ. ഒന്നും പറഞ്ഞില്ല, കോടതിയിലോട്ട് പോടും. CC 282 2008 പ്രതി കോമച്ചഴികത്ത് രാഘവൻ മകൻ രാജപ്പൻ. കോടതിയിലിട്ട് കയറി നിൽക്കണം. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. ഏറ്റുപറയാടോ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം ബോധിപ്പിക്കും. അമ്മാണ് സത്യം. എടോ, ആ നിൽക്കുന്ന ഗോമതി തൻ്റെ ആരാ? നമ്മുടെ ഭാര്യയാണ് കേട്ടോ. ഭാര്യയാന്നേ. എടോ, കഴിഞ്ഞ മാസം 1-ാം തീയതി താൻ മദ്യപിച്ച് മതോന്മത്തനായി തൻ്റെ ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നും കഴുതേന്ന് വിളിച്ചുവെന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ നിഷേധിച്ചിരിക്കുന്നു. 1-ാം തീയതി ബിവറേജസ് അവധിയാണ്. അന്നൊന്നും മദ്യം കിട്ടത്തില്ല, കിട്ടിയതില്ല, ഞാൻ കുടിച്ചിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. താൻ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? സാറേ, ഞാൻ നിഷേധിച്ചിരിക്കുന്നു. പിന്നെ കുനിച്ച് നിർത്തിക്കും. എടോ, താൻ കഴുതേന്ന് വിളിച്ചു എന്ന് ആരോപിക്കുന്നു. താൻ തന്റെ ഭാര്യ ഗോമതിയെ കഴുതേന്ന് വിളിച്ചിട്ടുണ്ടോ? കഴുതേന്ന് വിളിച്ചോ എന്ന് ചോദിച്ചാ വിളിച്ചിട്ടില്ല. ഓർഡർ. പക്ഷെ സ്നേഹത്തോടെ കഴുതേന്ന് വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാ സാറേ, ഞാൻ വിളിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇവളെ വിളിക്കുന്നത് കഴുതേന്നാണ്. എന്നാ സാറേ ഇതൊക്കെ പീഡനമായത്? ഇവളെ ആരാണ്ടൊക്കെ കൂടി ആ കുടുംബശ്രീയുടെ പ്രസിഡന്റ്, സെക്രട്ടറിയോ ഖജാൻജി ഏതാണ്ട് ആക്കിയതിന് ശേഷം ഇവളെ ഞാൻ നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, പിന്നെ കഴുതെന്ന് വിളിച്ച പീഡനമായി. കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. താൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എടോ, ഗോമതിയുമായിട്ട് താൻ കേസ് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടല്ലോ. ഉണ്ടേ. താൻ ഇനിയും ദേഹോപദ്രവം ഏൽപ്പിക്കുവോ ഗോമതിയെ? ഇല്ലേ. അതൊക്കെ പോട്ടെ, താനും ഗോമതിയുമായിട്ട് വിവാഹം കഴിച്ചിട്ട് എത്ര വർഷമായി? 10-15 വർഷം ആയേ.
താൻ ഇനിയും ഭാര്യയുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ വെച്ച് തീർത്തു. ഓ തീർത്തു തീർത്തു തീർത്തു. സ്ത്രീധനം വേണ്ടായല്ലോ തനിക്ക്? വേണ്ട, ബാക്കിയേ വേണ്ട. കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി താൻ വീട്ടിൽ പോയിട്ട് കോടതി പീഡിപ്പിക്കുകയോ സ്ത്രീധനം ചോദിക്കുകയോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ലേ. കോടതി മുമ്പാകെ കേസ് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. യുവർ ഓണർ, അക്യൂസ്ഡ് മേ ബി അക്യൂറ്റഡ് യുവർ ഓണർ. ഈ കേസിലെ പ്രതി രാജപ്പനെ വെറുതെ വിട്ടിരിക്കുന്നു. വാദിക്ക് 750 രൂപ പ്രതിമാസം ചിലവിന് കൊടുക്കാൻ ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഈ തങ്കപ്പെട്ട മനുഷ്യനാണോ സാർ പറഞ്ഞ മോരടാ മോശടാന്നൊക്കെ? പുള്ളി കൊടുക്കാൻ 750 രൂപ, എന്റെ കേട്ടൊരു 250 രൂപ എന്തെന്ന് കിട്ടുന്നില്ലല്ലോ. 1000 രൂപ തികച്ച കൊടുത്തേര് സാറേ, എനിക്ക് സമ്മതമാണ്. കേറി നിൽക്കി മാറി. ഗോമതിയെ വിളിച്ചോണ്ട് പൊക്കോ. ഇതേപോലെ കുറെ കക്ഷികൾ ഞങ്ങൾ വക്കീലന്മാരെ ആക്ഷേപിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല. സാറിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സാറേ. ഞാൻ കരുതിട്ടെ ഒരു സംശയമാണ് സാർ. അതായത് ഗോമതി കരുതെന്ന് വിളിച്ച കുറ്റമല്ലയോ? കുറ്റവാ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം സാർ. കഴുതയെ ഗോമതി എന്ന് വിളിച്ച കുറ്റമുണ്ടോ സാർ? കഴുത ഗോമതി വിളിച്ച കുറ്റമില്ല. എത്ര വേണേലും വിളിച്ചു. കുറ്റമില്ല. ഒരു കുറ്റമില്ല. ഗോമതി രായപ്പന്റെ കൂടെ ചെല്ലു. ഗോമതി സാറാണ് സാറേ വക്കീല്.